രാജ്യം ആഭ്യന്തര ഭക്ഷ്യ ഉൽപാദന പ്രതിസന്ധിയിൽ കർഷകർക്ക് വിത്ത് വിതരണം ചെയ്യുന്നത് കാർഷിക കേന്ദ്രങ്ങൾ നിർത്തിവച്ചു. വിത്ത് വിതരണ കേന്ദ്രങ്ങളിലെ പഴയ നോട്ടുകൾ സ്വീകരിക്കില്ലെന്ന് SBI അറിയിച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. വിത്ത് വാങ്ങാൻ അസാധുവായ നോട്ടുകൾ ഉപയോഗിക്കാമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ ഉറപ്പ്. ഇതോടെ രാജ്യത്ത് 82% കൃഷിഭൂമിയിലും വിത്ത് ഇറക്കിയിട്ടില്ല. വിദേശ ഗോതമ്പിനങ്ങളുടെ ഇറക്കുമതി ചുങ്കം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരുന്നു. മനു ശങ്കരൻ ദില്ലിയിൽ നിന്ന് നൽകും വിവരങ്ങൾ. മനു, കേന്ദ്ര സർക്കാർ നേരത്തെ ഉറപ്പു നൽകിയിരുന്നത് വിത്ത് വിതരണ കേന്ദ്രങ്ങളിൽ പഴയ നോട്ടുകൾ സ്വീകരിക്കാം എന്നായിരുന്നു. പക്ഷേ SBI പറയുന്നത് പഴയ നോട്ടുകൾ ഇനി സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ്. ക്ഷമിക്കണം, മനുവിലേക്ക് പോകുന്നതിന് മുമ്പ് ആ വാർത്ത കണ്ട ശേഷം തിരികെ വരാം. കാർഷിക മേഖലയിൽ ഒരു പ്രതിസന്ധിയും ഉണ്ടാകില്ലെന്നും അസാധുവാക്കിയ നോട്ടുകൾ ഉപയോഗിച്ചും കർഷകർക്ക് വിത്ത് വാങ്ങാനാകുമെന്നുമായിരുന്നു നവംബർ 21-ന് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം. എന്നാൽ വിത്ത് വിതരണ കേന്ദ്രങ്ങൾ പഴയ നോട്ടുകൾ കർഷകരിൽ നിന്ന് സ്വീകരിച്ചാൽ ആ തുക സ്വീകരിക്കില്ലെന്നാണ് SBI അറിയിച്ചിരിക്കുന്നത്. കർഷകർക്ക് വിത്ത് നൽകാൻ സ്വീകരിച്ച പണം വകുപ്പ് അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിൽ നിക്ഷേപിച്ച് പിന്നീട് ഗവൺമെന്റ് അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്യാനും SBI നിർദ്ദേശിച്ചു. എന്നാൽ വിത്ത് വിതരണ കേന്ദ്രങ്ങളിൽ ഇത്തരമൊരു അക്കൗണ്ട് ഇല്ലാത്ത സ്ഥിതിയാണ്. ഈ സാഹചര്യത്തിൽ ഒരു മാസത്തോളമായി വിത്ത് വിതരണ കേന്ദ്രങ്ങൾ വിത്തുകൾ വിതരണം ചെയ്യുന്നത് പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുകയാണ്. റാഗി, ഗോതമ്പ് അടക്കമുള്ള വിളകളുടെ വിത്തിറക്കേണ്ട സമയത്താണ് വിത്ത് പോലും ലഭിക്കാതെ കർഷകർ നട്ടം തിരിയുന്നത്. നേരത്തെ തന്നെ മിക്ക കർഷകരും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ കുറഞ്ഞതോടെ കൃഷിഭൂമിയിൽ തന്നെ ഉപേക്ഷിച്ച് പ്രതിഷേധിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് രാജ്യത്തെ 82% കൃഷിഭൂമികളിലും വിളയിറക്കാൻ ആകാത്തത്. ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ വിദേശ ഗോതമ്പിനങ്ങളുടെ ഇറക്കുമതി ചുങ്കം മുഴുവനായി തന്നെ വെട്ടിക്കുറച്ചു. ഗുണമേന്മയില്ലാത്ത വിദേശ ഗോതമ്പിനങ്ങൾ 1200 രൂപയ്ക്കും ഇനി മുതൽ വിപണികളിൽ ലഭിക്കും. ആഭ്യന്തര ഗോതമ്പുകൾക്ക് മിനിമം വിപണി വില 1625 രൂപയാണ്. പുറത്തുനിന്നൊരു ഡംപിംഗ് വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനീസ്, കാർഗിൽ, പിന്നെ ഇവിടെയുള്ള ITC, അദനി, റിലയൻസ്, ഇവരൊക്കെയാണ് അതിൻ്റെ ലാഭം കഴിയുന്നത്. കർഷകന് നഷ്ടം മാത്രമേ. അതിനാൽ തന്നെ ഓസ്ട്രേലിയ, ഉക്രൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദേശ ഗോതമ്പിനങ്ങളാകും ഇനി വിപണികൾ കീഴടക്കുക. കള്ളപ്പണം ഇല്ലാതാക്കി പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതി എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ കാർഷിക മേഖല മുഴുവനായി തന്നെ സ്തംഭിപ്പിച്ച് കോർപ്പറേറ്റ് അഗ്രികൾച്ചറിലേക്ക് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നതിലേക്കാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം വഴിവെക്കുക. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. മനു ശങ്കരൻ ദില്ലിയിൽ നിന്നും ചേർന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി. മനു, ആദ്യം പറഞ്ഞിരുന്നത് വിത്ത് വിതരണ കേന്ദ്രങ്ങളിൽ പഴയ നോട്ടുകൾ സ്വീകരിക്കും എന്നായിരുന്നു. എന്നാൽ അവിടെ പ്രത്യേക അക്കൗണ്ട് ഉണ്ടാക്കി അതിലേക്ക് മാറ്റാം എന്ന തരത്തിലായിരുന്നു SBIയുടെ നിർദ്ദേശം. ഇതാണ് കേന്ദ്ര സർക്കാരും പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് വിത്ത് വിതരണ കേന്ദ്രങ്ങളിൽ പഴയ നോട്ടുകൾ സ്വീകരിക്കാൻ കഴിയില്ല. ഇതാണോ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് കർഷകരെയും ഒപ്പം തന്നെ ആഭ്യന്തര ഉൽപാദനത്തിനെയും എത്തിച്ചിരിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നേരത്തെ കേന്ദ്ര സർക്കാർ ഈ നോട്ട് പിൻവലിക്കൽ തീരുമാനം വന്നതിന് പിന്നാലെ കർഷകർക്ക് വിത്ത് വാങ്ങുന്നതിനും മറ്റും വലിയ പ്രതിസന്ധി, പ്രത്യേകിച്ച് UP, ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കർഷകരും മറ്റും ബാങ്ക് അക്കൗണ്ടുകൾ എന്താണെന്ന് പോലും അറിയാത്തവരാണ്. അതിനാൽ തന്നെ ഇവരുടെ കയ്യിൽ പണം സൂക്ഷിക്കുന്നവരുമാണ്. അതിനാൽ ഇവരുടെ കയ്യിലുള്ള ഈ പഴയ നോട്ടുകൾ സ്വീകരിച്ച് വിത്ത് നൽകാം എന്ന ഉത്തരവായിരുന്നു കേന്ദ്ര സർക്കാർ നവംബർ 21-ന് നൽകിയിരുന്നത്. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 4 ദിവസത്തേക്കും മറ്റും ഈ പഴയ നോട്ടുകൾ സ്വീകരിച്ച് വിത്ത് കേന്ദ്രങ്ങൾ വിത്തുകൾ കർഷകർക്ക് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. സാധാരണഗതിയിൽ വിത്ത് വിതരണ കേന്ദ്രങ്ങൾ ഇത്തരം പണം സ്വീകരിച്ച ശേഷം ഇത് ചെല്ലാനായി പിന്നീട് സർക്കാർ അക്കൗണ്ടുകളിലേക്ക് നൽകാറാണ് പതിവ്. എന്നാൽ SBI ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഈ വിത്ത് വിതരണ കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള പഴയ നോട്ടുകൾ, അസാധുവാക്കിയ നോട്ടുകൾ തങ്ങൾ ഇപ്പോൾ സ്വീകരിക്കില്ല. നിയമപരമായി ഇതിന് തടസ്സങ്ങളുണ്ട് എന്നാണ് SBI മുന്നോട്ട് വയ്ക്കുന്നത്. പകരം ഇതിന് ഒരു പരിഹാര നിർദ്ദേശവും SBI പറയുന്നുണ്ട്. ഈ വിത്ത് വിതരണ കേന്ദ്രങ്ങൾ സ്വന്തമായി അക്കൗണ്ടുകൾ നിർമ്മിച്ച ശേഷം ഈ അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച് പിന്നീട് SBI മുഖാന്തരമല്ലാതെ നേരിട്ട് സർക്കാർ അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യൂ എന്നാണ് SBI നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ വിത്ത് വിതരണ കേന്ദ്രങ്ങൾക്ക് അക്കൗണ്ടുകൾ പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. അതിനാൽ തന്നെ രാജ്യത്തെ മുഴുവൻ വിത്ത് വിതരണ കേന്ദ്രങ്ങളും മറ്റും ഇനി അക്കൗണ്ടുകൾ ഉണ്ടാക്കി പിന്നീട് ഈ പണം ഇവരുടെ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിനും മറ്റും കാലതാമസം ഇനിയും നീളുന്നൊരവസ്ഥയാണ് പ്രായോഗികമായി ഉണ്ടാവുക. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നിർദ്ദേശം SBI മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും
ഏറ്റവും ശ്രദ്ധേയം. ഇതോടൊപ്പം മറ്റൊരു ശ്രദ്ധേയമായ നീക്കം, ഈ കേന്ദ്ര സർക്കാർ ഈ വിദേശ ഗോതമ്പ് ഇനങ്ങളുടെ ഇറക്കുമതി ചുങ്കം 0 വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. നേരത്തെ 25% ഇറക്കുമതി ചുങ്കം ഈ സെപ്റ്റംബർ മാസത്തിൽ 10% നേരത്തെ കേന്ദ്ര സർക്കാർ ചുരുക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ വിദേശ ഗോതമ്പ് ഇനങ്ങളുടെ ഇറക്കുമതി ചുങ്കം 0% കുറച്ചിരിക്കുന്നത്. ഗുണമേന്മ കുറഞ്ഞ ഈ ഓസ്ട്രേലിയ, ഉക്രൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഈ അധീനതയിൽ നടക്കുന്ന ചില കൃഷിപ്പാടങ്ങളുണ്ട്. ഇവരിൽ നിന്ന് കൃഷി ചെയ്യപ്പെടുന്ന ഈ വിദേശ ഇന ഗോതമ്പ് ഇനങ്ങളാകും പിന്നീട് ഇന്ത്യൻ വിപണികളിൽ എത്തുക. ഇതിന് 1300 രൂപ മാക്സിമം മാത്രമേ ഒരു ക്വിന്റലിന് ഉണ്ടാവുകയുള്ളൂ. സാധാരണഗതിയിൽ ഇന്ത്യയിൽ വിപണി വില ആഭ്യന്തര ഉൽപാദന ഗോതമ്പുകൾക്ക് മിനിമം വിപണി വില 1625 രൂപയാണ്. അതിനാൽ തന്നെ വിദേശ ഗോതമ്പിനങ്ങൾ ഇന്ത്യൻ വിപണികളിൽ 1300 രൂപയ്ക്ക് ഉള്ളിൽ ലഭ്യമാകുമ്പോൾ സ്വാഭാവികമായും ഉപഭോക്താക്കൾ ഈ വിദേശ ഗോതമ്പിനങ്ങൾ വാങ്ങാൻ താല്പര്യം കൂടുതൽ പ്രകടിപ്പിക്കും. അതിനാൽ തന്നെ ഇന്ത്യക്കകത്തെ ഗോതമ്പ് ഉൽപാദനം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ കൈക്കൊള്ളുകയും ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിത്ത് വിതരണവും പൂർണ്ണമായി തന്നെ വിത്ത് വിതരണ കേന്ദ്രങ്ങൾ നിർത്തിവച്ചിരിക്കുന്നത്. ഈ കയ്യിൽ സൂക്ഷിച്ചിട്ടുള്ള പണം പോലും നിക്ഷേപിക്കാൻ സർക്കാർ അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ സാധിക്കാത്ത സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വിത്ത് വിതരണം ചെയ്യാനാകില്ല എന്നൊരു തീരുമാനമാണ് വിത്ത് വിതരണ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തന്നെ എടുത്തിരിക്കുന്നത്. റാഗി, ഗോതമ്പടക്കമുള്ള വിളകളുടെ ഈ വിത്ത് ഇറക്കേണ്ട സമയം കൂടിയാണിത്. ഈ ഒരു സമയത്താണ് ഇത്തരം ഒരു പ്രതിസന്ധി ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ആഭ്യന്തര ഈ ഭക്ഷ്യ ഉൽപാദനം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ നീക്കത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. മനു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാവങ്ങൾക്ക് വേണ്ടിയാണ് ഈ നടപടികളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോഴാണ് സത്യത്തിൽ കഷ്ടം തോന്നുന്നത്. കാരണം പാവങ്ങൾക്ക് അവരുടെ കയ്യിൽ അവർ അധ്വാനിച്ചുണ്ടാക്കിയ കാശും കൊണ്ട് വിത്ത് പോയി വാങ്ങാൻ കഴിയുന്നില്ല. മറ്റൊന്ന്, ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ നിൽക്കെ ഇറക്കുമതി ചുങ്കം 0% വെട്ടിക്കുറച്ചതിലൂടെ സത്യത്തിൽ ഇരുട്ടടി കൊടുത്തിരിക്കുകയാണ് ഈ കർഷകർക്ക് കേന്ദ്ര സർക്കാർ. തീർച്ചയായും അങ്ങനെ തന്നെ വിലയിരുത്താം. നേരത്തെ തന്നെ ഈ നോട്ട് പിൻവലിക്കൽ തീരുമാനം വന്നതിന് പിന്നാലെ യുപിയിലും മറ്റും കർണാടകയിലും മറ്റും ഈ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ട വിധം ആളുകൾ ഇല്ലാത്തതിനാൽ കൃഷിഭൂമിയിൽ തന്നെ ഈ ഭക്ഷ്യ വസ്തുക്കൾ മറ്റും ഉപേക്ഷിച്ച് പ്രതിഷേധിച്ച രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിത്ത് വിതരണ കേന്ദ്രങ്ങളിലെ വിത്ത് വിതരണവും പൂർണ്ണമായി തന്നെ നിർത്തിവച്ചിരിക്കുന്നത്. കാർഷിക കേന്ദ്രങ്ങൾ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണവും ഇതാണ്. SBI പഴയ നോട്ടുകൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ വിത്ത് വിതരണം ചെയ്യാൻ ആകില്ല എന്ന ഉറച്ച ഒരു നിലപാടാണ് വിത്ത് വിതരണ കേന്ദ്രങ്ങളും സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന് അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വലിയ ഭക്ഷ്യ പ്രതിസന്ധിയിലേക്ക് തന്നെ, ആഭ്യന്തര ഉൽപാദന ഭക്ഷ്യ പ്രതിസന്ധിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും എന്ന കാര്യം ഉറപ്പാണ്. ഇതിനിടയിലാണ് ഈ വിദേശ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ, പ്രത്യേകിച്ച് വിദേശ ഗോതമ്പ് ഇനങ്ങളുടെയും മറ്റും ഇറക്കുമതി ചുങ്കം 0% സർക്കാർ വെട്ടിക്കുറച്ചത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ 25% ഉണ്ടായിരുന്ന ഇറക്കുമതി ചുങ്കമാണ് ഇപ്പോൾ 0% മാറ്റിയിരിക്കുന്നത്. ഇത് വിദേശ ഗോതമ്പ് ഇനങ്ങൾ, ഭക്ഷ്യ ഇനങ്ങൾ രാജ്യത്തിനകത്തേക്ക് വരുന്നതിന് വലിയ സാധ്യതയാണ് തുറന്നിടുന്നത്. അതിനാൽ തന്നെ ആഭ്യന്തരമായി ഉൽപ്പാദിക്കപ്പെടുന്ന ധാന്യങ്ങൾക്ക് മിനിമം വിപണി വില പോലും ലഭ്യമാകാത്ത സാഹചര്യമാണ് ഉണ്ടാവുക. ഇപ്പോൾ രാജ്യത്തിനകത്ത് നിലവിലുള്ള ഈ ഗോതമ്പിന്റെയും മറ്റും മിനിമം വിപണി വിലയായ 1625 രൂപയിൽ കുത്തനെ താഴെയുള്ള വിലയാണ് ഈ വിദേശ ഗോതമ്പിനങ്ങൾ ഇന്ത്യൻ വിപണികളിൽ ലഭ്യമാണ്. മനു ശങ്കരനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം ആഭ്യന്തര ഭക്ഷ്യ ഉൽപാദന പ്രതിസന്ധിയിലേക്ക്. കർഷകർക്ക് വിത്ത് വിതരണം ചെയ്യുന്നത് കാർഷിക കേന്ദ്രങ്ങൾ നിർത്തിവച്ചു. വിത്ത് വിതരണ കേന്ദ്രങ്ങളിൽ പഴയ നോട്ടുകൾ സ്വീകരിക്കില്ലെന്ന് SBI അറിയിച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. വിത്ത് വാങ്ങാൻ അസാധുവായ നോട്ടുകൾ ഉപയോഗിക്കാമെന്നായിരുന്നു നേരത്തെ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പ്. ഇതോടെ രാജ്യത്തെ 82% കൃഷിഭൂമിയിലും വിത്ത് ഇറക്കിയിട്ടില്ല. അതേസമയം ഇരുട്ടടിയായി വിദേശ ഗോതമ്പിനങ്ങളുടെ ഇറക്കുമതി ചുങ്കം കേന്ദ്ര സർക്കാർ മുഴുവനായി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു. വിശദാംശങ്ങളാണ് മനു ദില്ലിയിൽ നിന്നും നൽകിയത്.